പരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയനായ ഈ സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജുസൺ, അദ്ദേഹത്തിൻ്റെ കുടുംബം, സന്നിഹിതരായിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് പ്രിയ ലിബിൻ കുടുംബം, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ കുടുംബത്തിൻ്റെയും സ്നേഹത്തിൻ്റെ വന്ദനം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അറിയിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ നേരത്തെയുള്ള ഒരു പ്ലാനിങ് ആയിരുന്നില്ല. പ്രിയ ലിബിനെയും കുടുംബത്തെയും കടന്നു വന്ന് കാണണം എന്നുള്ളതായ താല്പര്യത്തിലൂടെയൊക്കെ കടന്നു വരുന്ന വിഷയം അറിയിക്കുകയും അങ്ങനെ ഈ വിശുദ്ധ പകൽക്കാലം നിങ്ങളോട് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിൻ്റെ വചനവുമായി അല്പസമയം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനും കർത്താവ് ഒരുക്കി തന്ന അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എനിക്ക് മുമ്പേ ഇവിടെ ദൈവവചനം അല്പസമയം ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസൻ പ്രിയ അലക്സാണ്ടർ പാസ്റ്ററും കാണുവാനും ഞങ്ങൾക്ക് അല്പസമയം ഇങ്ങനെ പരിചയപ്പെടുവാനും ഇടയായതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേക കർത്താവിൻ്റെ ദാസനെയും ഞങ്ങളുടെ വന്ദനം അറിയിക്കുന്നു. പ്രിയ ലിബിൻ, അതുപോലെ ബിജി കുഞ്ഞ്, അതുപോലെ പ്രിയ മാതാവ്, ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തന്ന അവസരത്തെ ഓർത്ത് ഞാൻ അധികമായി കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ത്യ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഒരു 40-ലധികം വർഷങ്ങളായിട്ട് നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, ഇപ്പോൾ ബോംബെയിലും കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിലായിരിക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ ചിലയിടങ്ങളിലൊക്കെ സഭാ ശുശ്രൂഷ ചെയ്തതിന് ശേഷം ഇപ്പോൾ 25-ൽ പരം വർഷങ്ങളായിട്ട് ബോംബെയിൽ ദൈവസഭയുടെ ട്രാൻസ്ഫർ അനുസരിച്ച് ഞങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്ന ഇടങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഇപ്പോൾ ബോറുവിലി എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവസഭയുടെ ശുശ്രൂഷയിലായിരിക്കുന്നു. ഞങ്ങളുടെ മകൾ കുടുംബം ഓക്സ്ഫോർഡിൽ ഉണ്ട്. ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ തന്നെ അവർക്ക് അവിടെ ഒരു മിനിസ്ട്രിയുണ്ട്. ഹിന്ദി, ഇംഗ്ലീഷ് ലുള്ളതായ ഒരു പ്രവർത്തനം 2-3 വർഷത്തിന് മുമ്പ് ആരംഭിക്കാനായിട്ടിടയായി തീർന്നു. ഹിന്ദിക്കാരായിട്ടുള്ളവരും നോർത്ത് ഇന്ത്യയിൽ ബോൺ ആൻഡ് ബ്രോട്ടപ്പായിട്ടുള്ള ചില ഫാമിലീസ് അവരോട് ചേർന്ന് അവിടെ ആയിരിക്കുന്നു. അവിടുത്തെ പ്രവർത്തനത്തെ ഓർത്തും പ്രാർത്ഥിക്കുമല്ലോ. ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ അവരോടൊരുമിച്ച് ആയിരിക്കേണ്ടത് അവർക്ക് ആവശ്യമായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ലീവ് എടുത്ത് അല്പസമയത്തേക്ക് കടന്നു വന്നതാണ്. സെപ്റ്റംബർ ലാസ്റ്റിൽ ഞങ്ങൾ മടങ്ങിപ്പോകും. പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ വരവിൽ പ്രത്യേകിച്ച് ഈ ബെതേൽ പെന്തക്കോസ്റ്റൽ ചർച്ച് പോർട്സ്മൗത്തിൽ കടന്നു വന്ന് നിങ്ങളെയൊക്കെ കാണുവാനും പരിചയപ്പെടുവാനും കർത്താവിൻ്റെ ദാസനെ കാണുവാനും ഒക്കെ ദൈവം ഒരുക്കിയ അവസരത്തെ വളരെ വിലപ്പെട്ടതായിട്ട് കാണുന്നു. സ്തോത്രം. ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു. എൻ്റെ ബാല്യകാലത്ത് തന്നെ, എനിക്ക് 8 വയസ്സുള്ളപ്പോൾ എൻ്റെ മാതാപിതാക്കൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അങ്ങനെ 1968-ൽ അന്ന് മുതൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ സ്തോത്രമായിരിക്കാൻ ദൈവം ഭാഗ്യം തന്നു. എൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ എൻ്റെ മാതാപിതാക്കൾ എന്നെ ഒരു ഓർത്തഡോക്സ് സഭയിലെ പുരോഹിതനായി വിടണമെന്ന് അവർ ആഗ്രഹിച്ചു. കാരണം ഒരു വിവാഹം കഴിഞ്ഞ് ചില വർഷങ്ങൾ മക്കളില്ലാതിരുന്നപ്പോൾ അവർ നേർച്ച നേർന്നു, ഞങ്ങൾക്ക് ഒരു മകനെ ലഭിക്കുകയാണെങ്കിൽ അവനെ ഞങ്ങൾ അടിമ വെക്കാമെന്നും മണർകാട്ട് കൊണ്ടുപോയി അങ്ങനെ ഓർത്തഡോക്സ് സഭയിലെ ഒരു പട്ടക്കാരനായിട്ട് വിടാമെന്ന് അവരെ നേർച്ച നേർന്നു. അങ്ങനെ ഒരു നേർച്ച പുത്രനായിട്ട് ജനിച്ചു. എന്നാൽ സ്തോത്രം, ബാല്യകാലത്ത് തന്നെ എൻ്റെ മാതാപിതാക്കൾ ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കി വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ ബാല്യകാലം മുതൽ തന്നെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പഠിക്കുവാനുള്ള ആ ഒരു വലിയ ഭാഗ്യം ദൈവം എനിക്ക് തന്നു. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ചെറുപ്പകാലങ്ങളിലുള്ള നമ്മുടെയൊക്കെ VBSഉം സൺഡേ സ്കൂളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വാർത്തെടുക്കുവാനിടയായി തീർന്നിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്തോത്രം. അങ്ങനെ എൻ്റെ പ്രാഥമിക കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ തന്നെ മണക്കാലയിലുള്ള ബൈബിൾ കോളേജിലേക്ക് കടന്നു പോകുവാനും അവിടെ കോഴ്സ് പൂർത്തീകരിച്ചില്ല, എന്നാൽ ഇടയ്ക്ക് നിർത്തിയിട്ട് നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള താല്പര്യമുള്ളത് കൊണ്ട് ഹരിയാനയിലേക്ക് കടന്നുപോയി ഗ്രേസ് ബൈബിൾ കോളേജിൽ അവിടെ ദൈവവചനം അഭ്യസിച്ചു. 1982 മുതൽ നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിലായിരിക്കുന്നു. ദൈവം തൻ്റെ കൃപയിൽ ഇതോളം ഞങ്ങളെ നിർത്തി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിതത്തിൻ്റെ അന്ത്യം വരെ കർത്താവ് ആയുസ്സും ആരോഗ്യം തരുന്നിടത്തോളം
കർത്താവിൻ്റെ രണാങ്കണത്തിൽ ആയിരിക്കണമെന്നുള്ള വലിയ ആഗ്രഹവും പ്രാർത്ഥനയുമാണുള്ളത്. നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുമല്ലോ. പ്രൈസ് ഗോഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ സ്വദേശം വെച്ചുച്ചിറയാണ്. ഞങ്ങൾ വിശ്വാസത്തിലേക്കൊക്കെ കടന്നു വരുന്നത് വാര്യാപുരം ദൈവസഭയിലേക്കാണ്. എന്നാൽ ഞങ്ങൾ റാന്നിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് ഇപ്പോൾ വെച്ചുച്ചിറയിലാണ്. എൻ്റെ മാതാപിതാക്കളുണ്ട്. എൻ്റെ പിതാവിന് 98 വയസ്സ് പ്രായമുണ്ട്. എൻ്റെ മാതാവിനോട് 88 വയസ്സ്. വളരെ വാർദ്ധക്യത്തിലായിരിക്കുന്നു. അവരൊക്കെ തികഞ്ഞ വിശ്വാസത്തിൽ തന്നെ ആയിരിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർത്താലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അല്പമായിട്ടൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. തിരുവചനത്തിലേക്ക് വളരെ വേഗം കടന്നു വരുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നു. സ്തോത്രം. കർത്താവിൻ്റെ ദാസനിലൂടെ അല്പനിമിഷങ്ങളായിരുന്നുവെങ്കിലും വളരെ വിലപ്പെട്ട ദൈവശബ്ദമാണ് ഇന്ന് പകൽക്കാരൻ നമുക്ക് കേൾക്കുവാനിടയായി തീർന്നത്. സ്തോത്രം. പൗലോസിൻ്റെ കാരാഗ്രഹ പ്രാർത്ഥനയെക്കുറിച്ചാണല്ലോ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞത്. സ്തോത്രം. പ്രത്യേകിച്ച് വളരെ ശക്തമായ നിലയിൽ ഈ ദൈവസഭയ്ക്ക് ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസനെ കുടുംബത്തെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടുത്തെ വേലയെ കർത്താവിനെയും വിശാലമാക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ വൈഫ് ജോമോൾ എന്നോടൊപ്പം കടന്നു വന്നിട്ടുണ്ട്. സ്തോത്രം. പ്രത്യേക ഞങ്ങളുടെ എല്ലാവരുടെയും വന്ദനം അറിയിക്കട്ടെ. നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. വിശുദ്ധ യൂദായുടെ ലേഖനം 20 21 വാക്യങ്ങൾ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് നമുക്ക് വായിക്കാം. ജൂഡ് വേഴ്സസ് 20 and 21. Praise God. മതി. താങ്ക് യു. 20 21 വാക്യങ്ങളാണ്. പ്രൈസ് ഗോഡ്. നമ്മുടെ തലകളെ ഒരു നിമിഷം വണക്കി നമുക്ക് ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. പുണ്യനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ ആരാധനയ്ക്ക് യോഗ്യനായ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, ഞങ്ങളുടെ ഉടയവനുമായ കർത്താവിനെ ആത്മാവിൻ്റെ നിറവിൽ ആരാധിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വർഗമൊരുക്കിയ ഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ആരാധനകളും ശുശ്രൂഷകളും എല്ലാം അങ്ങയുടെ ഹൃദയത്തിന് സന്തോഷം പകരുന്നതായിരിക്കാൻ, അടിയങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായിരിക്കാൻ സ്വർഗമിടയാക്കണമേ. കർത്താവെ, അല്പസമയം കൂടെ ഞങ്ങൾ തിരുവചനത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തിൽ കൂടെയുള്ള അനുഗ്രഹങ്ങൾ, വിടുതലുകൾ, സൗഖ്യം എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പകരണമേ. ശുദ്ധീകരണത്തിനായി ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ അതിൻ്റെ നാവോടുകൂടെ ഇരുന്ന് ആമേൻ ഞങ്ങൾക്ക് ആവശ്യമായ ദൂത് ഞങ്ങൾക്ക് നൽകി തരണമേ. അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. എല്ലാ മഹത്വവും അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. വളരെ പരിചയമുള്ള 2 വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിപ്പാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്രം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ. സ്തോത്രം. ഈ യൂദായുടെ ലേഖനം, സ്തോത്രം, കേവലം 25 വാക്യങ്ങൾ ഉള്ള ഒരു കൊച്ചു ലേഖനമാണ്. ഒറ്റ അധ്യായം മാത്രമുള്ള പുസ്തകങ്ങളിൽ ഒന്നാണല്ലോ യൂദായുടെ ലേഖനം. സ്തോത്രം. വേദപുസ്തകത്തിൽ ഈ ലേഖനങ്ങളിൽ ഏറ്റവും ഒടുവിലായിട്ടാണ് നമുക്കറിയാം ഈ ലേഖനത്തെ ചേർത്തിരിക്കുന്നത്. സ്തോത്രം. ഇത് ലേഖനങ്ങളിൽ ഏറ്റവും ഒടുവിൽ ചേർത്തത് കൊണ്ട് ഇത് പ്രാധാന്യം കുറഞ്ഞതെന്നല്ല കേട്ടോ. സ്തോത്രം. ഈവൻ ദോ ദിസ് ഈസ് ദ ലാസ്റ്റ് എപ്പിസിൽ, ഇറ്റ് ഈസ് നോട്ട് ദ ലീസ്റ്റ് വൺ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് ഈ ലേഖനങ്ങളുടെ ഏറ്റവും ഒടുവിലും നിത്യതയുടെ തിരശീല തുറന്ന് നിത്യതയുടേതായ വിഷയങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൻ്റെ തൊട്ട് മുമ്പിലുമായിട്ട് ഈ ലേഖനത്തെ ചേർത്തിരിക്കുന്നതിന് പരിശുദ്ധാത്മാവിന് പ്രത്യേക ഉദ്ദേശമുണ്ട്. പ്രൈസ് ഗോഡ്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നാം ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത്, സ്തോത്രം, സഭായുഗത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്കാണ് നാം വന്നെത്തിയിരിക്കുന്നത്. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഉടനെ ലവോദിക്കിയ പീരീഡിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സ്തോത്രം. അപ്പൊ ഈ ലവോദിക്കിയ പീരീഡിലായിരിക്കുന്ന സഭയ്ക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ലേഖനമാണ് ഈ യൂദായുടെ ലേഖനം എന്ന് പറയുന്നത്. സ്തോത്രം. വിശുദ്ധ യൂദ, പ്രൈസ് ഗാഡ്. ഒരിക്കൽ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ യൂദ എങ്കിലും കർത്താവിനെ ഒറ്റിക്കൊടുത്ത് സ്തോത്രം തൂങ്ങിച്ചാകുന്നതിന് മുമ്പ് ഒരു ലേഖനം എഴുതിയിട്ടാണ് അദ്ദേഹം പോയതെന്ന്. സ്തോത്രം.
ആ യൂദയല്ല ഈ ലേഖനം എഴുതിയെന്ന് നമുക്കറിയാം. പ്രൈസ് ഗോഡ്. അപ്പോസ്തലന്മാരിൽ ഒരുവനായിരിക്കുന്ന യൂദയുമല്ല ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. കാര്യം ഈ ലേഖനത്തിൻ്റെ ആരംഭത്തിൽ യൂദ തന്നെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ എന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ ദാസൻ, എന്നാൽ സ്തോത്രം യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ. അപ്പോൾ കർത്താവിൻ്റെ ഹാഫ് പ്രദേശ് അർത്ഥ സഹോദരന്മാരായ യാക്കോബ് യാക്കോബ് യൂദ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ സഹോദരന്മാരിൽ ഒരുവനായിരുന്ന യൂദയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലനായ യൂദയല്ല, വിശുദ്ധ യൂദ. പ്രൈസ് ഗാഡ്. നമ്മൾ അതായത് യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായ യൂദയെക്കുറിച്ച്, യാക്കോബിനെ കുറിച്ച് മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, 3-ാമത്തെ വാക്യത്തിൽ. അതിന് ശേഷം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കടന്നു വരുന്ന ഉടനെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് യേശുവിൻ്റെ സഹോദരന്മാർ അവനിൽ വിശ്വസിച്ചില്ല എന്നവിടെ എഴുതിയിട്ടുണ്ട്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് കർത്താവിൻ്റെ സഹോദരന്മാർ യേശുവിനെ വിശ്വസിച്ചില്ല. എന്നാൽ നമ്മൾ തിരുവചനം പഠിക്കുന്ന ഉടനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പോസ്റ്റ് റിസറക്ഷൻ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷമുള്ള 40 ദിവസം കർത്താവ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. 40-ാമത്തെ ദിവസമാണല്ലോ കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നത്. ആ 40 ദിവസത്തെ ശുശ്രൂഷ കാലഘട്ടത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം സ്തോത്രം കേഭാവിനും പിന്നെ പന്തിരുവർക്കും അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ സഹോദരന്മാർക്കും അങ്ങനെ അതായത് മറ്റു പലർക്കും 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി. ഏറ്റവും ഒടുവിൽ അകാല പ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി എന്നാണല്ലോ ആമേൻ പൗലോസ്ലീഹ പറയുന്നത്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ സഹോദരന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ കർത്താവിൻ്റെ ആ പ്രത്യക്ഷതയിൽ കർത്താവിൻ്റെ പോസ്റ്റ് റിസറക്ഷൻ മിനിസ്ട്രിയിലാണ്, അല്ലെ പുനരുത്ഥാനത്തിന് ശേഷമുള്ള കർത്താവിൻ്റെ ശുശ്രൂഷ കാലത്താണ് യേശുവിൻ്റെ സഹോദരന്മാരായ യാക്കോബും യൂദയും ഒക്കെ കർത്താവിൽ വിശ്വസിച്ച് അടുത്തു വരുവാനായിട്ടിടയായി തീരുന്നത്. സ്തോത്രം. നമ്മൾ ഈ പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ സ്തോത്രം അതായത് സ്വർഗ്ഗാരോഹണം ചെയ്ത യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതനുസരിച്ച് സ്തോത്രം എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ യെരുശലേമിൽ തന്നെ കാത്തിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞതനുസരിച്ച് സ്തോത്രം കർത്താവിൻ്റെ ശിഷ്യന്മാര് സ്തോത്രം അവർ മർക്കോസിൻ്റെ മാളിക മുറിയിൽ യെരുശലേമിൽ അവർ ഒരുമിച്ച് കൂടിയിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ ആ കൂട്ടത്തിൽ സ്തോത്രം 120 പേരടങ്ങുന്ന ആ സംഘത്തിൽ നമുക്കറിയാം യേശുവിൻ്റെ അമ്മ മറിയയുണ്ടായിരുന്നു. സ്തോത്രം. കർത്താവിൻ്റെ സഹോദരന്മാരെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിൽ ആത്മനിറവിനെ പ്രാപിച്ചവരുടെ കൂട്ടത്തിൽ ഈ യൂദയും ഈ യാക്കോബും ഉണ്ടായിരുന്നു, യേശുവിൻ്റെ സഹോദരന്മാര്. എന്നാൽ ആദിമ സഭയിൽ സ്തോത്രം അപ്പോസ്തലന്മാരുടെ ഇടയില്, വിശുദ്ധന്മാരുടെ ഇടയില്, ആ ദൈവസഭയില് ഇവർ അറിയപ്പെട്ട വിശുദ്ധന്മാരായിട്ട് ഇവർ മാറ്റപ്പെടുവാനായിട്ടിടയായി തീർന്നേ നമുക്ക് കാണുവാൻ കഴിയുന്നു. ക്രൈസ്തവ സഭയുടെ 1-ാമത്തെ സുന്നഹദോസ് ആണല്ലോ പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. പൗലോസിന്റെ 1-ാമത്തെ മിഷണറി യാത്ര കഴിഞ്ഞിട്ട് ചില ഡിസ്പ്യൂട്ട് വചനത്തോടുള്ള ബന്ധത്തിൽ സ്തോത്രം ന്യായപ്രമാണത്തിന്റെ ആചരണത്തെക്കുറിച്ചുള്ള വിഷയത്തെ സംബന്ധിച്ച് ചില തർക്കങ്ങൾ ഉണ്ടായപ്പോൾ അതിൻ്റെ പരിഹാരം കാണേണ്ടതിന് വേണ്ടി അതിനായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതിന് വേണ്ടി യെരുശലേമിലെ സഭയിൽ 1-ാമത്തെ സുന്നഹദോസ് വിളിച്ച് കൂട്ടുവാനിടയായപ്പോൾ ആ സുന്നഹദോസിൽ യേശുവിൻ്റെ സഹോദരനായ യാക്കോബ് അവിടെ താൻ ഒരു പ്രോമിനന്റ് മെമ്പർ ആയിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ എഴുത്തുകാരനായ യൂദയെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഓർപ്പിച്ചത്. സ്തോത്രം. ഇനിയും ഈ യൂദ അതായത് താൻ എഴുതുവാനായിട്ട് ആഗ്രഹിച്ച വിഷയം എന്ന് പറയുന്നത് പൊതുവിലുള്ള രക്ഷ എന്ന വിഷയത്തെക്കുറിച്ച് എഴുതുവാനായിട്ടാണ് താൻ ആഗ്രഹിച്ചത്. എന്നാൽ താൻ എഴുതുവാനായിട്ട് തൂലികയെടുത്തപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ഹൃദയത്തെ വല്ലാതെ ഹേമിക്കുവാനായിട്ടിടയായി തീർന്നു. പൊതുവിലുള്ള രക്ഷ എന്ന വിഷയമല്ല, വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നിങ്ങൾക്ക് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി എന്ന് യൂദ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് വിശുദ്ധ യൂദ ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈസ് ഗാഡ്. നമുക്ക് പുതിയ നിയമസഭയുടെ ആരംഭത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകമാണ് പ്രവൃത്തികളുടെ പുസ്തകം, ആക്ട്സ് ഓഫ് ദി അപ്പോസിൽസ്. എന്നാൽ ഈ ലേഖനം, യൂദയുടെ ലേഖനത്തിന് സ്തോത്രം വേദചിന്തകന്മാർ കൊടുത്തിരിക്കുന്ന ഒരു പേരുണ്ട്. അത്
ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റേറ്റ്സ് എന്ന. പ്രൈസ് ഗോഡ്. വിശ്വാസ ത്യാഗികളുടെ പ്രവൃത്തിയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ലേഖനം, വിശ്വാസത്യാഗം. സഭ അതിൻ്റെ അന്ത്യനാളുകളിലേക്ക് കർത്താവിൻ്റെ വരവിനോട് അടുത്തു വരുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞു വിശ്വാസത്യാഗം സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും എന്ന്. പ്രൈസ് ഗോഡ്. കർത്താവ് 10 കന്യകമാരുടെ ഉപമ പറഞ്ഞതിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. മണവാളൻ വരാറായപ്പോൾ എന്ത് സംഭവിച്ചെന്നാ? എല്ലാവരും പ്ലീസ് റെസ്പോണ്ട്. എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങാൻ തുടങ്ങിയതാ അല്ലേ? മണവാളൻ വരാറായപ്പോൾ. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളിൽ 7ാമത്തെ സഭയായ ലവോദിക്കിയ സഭയെക്കുറിച്ച് പറയുന്നത്, സഭ പറയുന്നു ഞാൻ ധനവാനാണ്, ഞാൻ സമ്പന്നനാണ്, എനിക്ക് ഒന്നിനും മുട്ടില്ല. പക്ഷെ സഭയുടെ നാഥനായ കർത്താവ് പറയുകയാണ് നീ അരിഷ്ടനാണ്, ദരിദ്രനാണ്, നിർഭാഗ്യനാണ്, നഗ്നനാണ്, നീ കുരുടനാണ്. പ്രൈസ് ഗോഡ്. മാത്രമല്ല ആ 3-ാം അധ്യായം 20ാമത്തെ വാക്യത്തിൽ കർത്താവ് ലവോദിക്കിയ സഭയോട് പറയുകയാണ് ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. സഭയോട് സഭയുടെ നാഥനായ കർത്താവ് അവൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതായത് വാതിക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. സഭയുടെ നാഥനായതുകൊണ്ട്, സഭയുടെ ഉടമസ്ഥനായതുകൊണ്ട് ഇടിച്ചു കയറി അകത്തേക്ക് വരുന്നില്ല. കർത്താവ് പറയുകയാണ് ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. സ്തോത്രം. കർത്താവ് ഫോഴ്സ്ഫുള്ളി ഇടിച്ചകത്തേക്ക് കയറി വരത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഹൃദ്യമായിട്ട് സംസാരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് വാദിക്കുമ്പോൾ, കർത്താവിൻ്റെ ശബ്ദം നാം കേൾക്കുമ്പോൾ, വചനത്തിൻ്റെ ആഹ്വാനം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നാം വിശ്വാസത്തോടെ സമർപ്പണത്തോടെ ഏറ്റെടുത്തുകൊണ്ട് ദൈവസ്ഥലേക്ക് അടുത്തു ചെല്ലുമ്പോൾ നമ്മുടെ അടുക്കലേക്ക് അടുത്തു വരുന്ന, നമ്മിലേക്ക് കടന്നു വരുന്ന ഒരു നല്ല കർത്താവ് ഇവിടെ ഇതാ ലവോദിക്കിയ സഭയുടെ പുറത്തായിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഒരു ആത്മപരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ സഭകളിൽ പ്രോഗ്രാമുകൾ ഇഷ്ടം പോലെയുണ്ട്. സ്തോത്രം. എന്നാൽ കർത്താവിന് എത്രത്തോളം നമ്മുടെ നടുവിൽ സ്ഥാനമുണ്ട് എന്നുള്ളത് നാം ചിന്തിക്കുവാനായിട്ടിടയായി തീരേണ്ട വസ്തുതയാണ്. സ്തോത്രം. ഇനിയും ഈ ലേഖനത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ലേഖനങ്ങളുടെ ഏറ്റവും ഒടുവിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു പ്രവേശന കവാടം എന്നതുപോലെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ തൊട്ട് മുമ്പ് ഈ ലേഖനം കൊടുത്തിരിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിനോട് അടുത്തു വന്നിരിക്കുന്ന സഭയ്ക്ക് വേണ്ടിയുള്ള ശക്തമായ വാണിംഗ് ആണ്, മുന്നറിയിപ്പാണ് ഈ യൂദയുടെ ലേഖനം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ 3 കൂട്ടരെ കുറിച്ച് നമ്മൾ ഈ ലേഖനം പഠിക്കുന്നതിനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയും. ഒന്ന്, വിശ്വാസത്യാഗികൾക്ക് അപ്പോസ്റ്റേറ്റ്സിന് എക്സാമ്പിളായിട്ട് ചിലരെ യൂദ നമ്മുടെ മുമ്പിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. സ്തോത്രം. ദോസ് പീപ്പിൾ എന്നുള്ളതായ നിലയിൽ. അതിനുശേഷം യൂദ ഈ ലേഖനം എഴുതുമ്പോൾ യൂദയുടെ വർത്തമാന കാലത്ത് ആദിമസഭയിൽ സംഭവിച്ചതായ വിശ്വാസത്യാഗികളെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ഇവരോ എന്ന് പറഞ്ഞുകൊണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ വായിച്ച വാക്യത്തിൽ, സ്തോത്രം, ആ വാക്യം എങ്ങനെ ആരംഭിക്കുന്നേ? നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. നിങ്ങളോ. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം ആ കൂട്ടരോടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ 3ാമത്തെ ഗണത്തിൽപ്പെട്ടവരാ. വിശ്വാസത്യാഗികളായ അവർക്ക് ഉദാഹരണമായി ചിലരെ എടുത്ത് പറഞ്ഞിരിക്കുന്നു. വർത്തമാനകാലത്ത് യൂദ ഈ ലേഖനം എഴുതുമ്പോൾ സംഭവിച്ചിരിക്കുന്ന വിശ്വാസത്യാഗം ആദിമസഭയിൽ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ നടുവിൽ കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ ആദിമവിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന വിശുദ്ധന്മാരെ പ്രബോധിപ്പിച്ചുകൊണ്ട് യൂദ എഴുതുകയാണ്. പ്രൈസ് ഗോഡ്. ഇനി യൂദ ഈ ലേഖനത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പ്രാരംഭം നമ്മൾ വായിക്കുന്നുടനെ ഇതിൻ്റെ 4ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു.
അപ്പം ഈ വിഷയത്തെക്കുറിച്ച് എഴുതുവാനുള്ള കാരണം, യൂദാ പറയുന്നത് വളരെ വളരെ അർജന്റായിട്ട്, വളരെ എമർജൻസി ആയിട്ട്, താനൊരു മുന്നറിയിപ്പായിട്ട് ലേഖനം എഴുതുവാനുള്ള കാരണം, നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അതിൻ്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യെസ്, അവിടെ ഓർപ്പിക്കുന്നു, നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. അപ്പോൾ കർത്താവായ യേശുവിൻ്റെ അപ്പോസ്തലന്മാരും മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്, ആമേൻ, സഭയിൽ ഇത് സംഭവിക്കുവാൻ പോകുന്നു എന്ന്. സ്തോത്രം. കർത്താവായ യേശു പറഞ്ഞു, മനുഷ്യപുത്രന്റെ വരവെങ്കിൽ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? നമ്മളൊക്കെ ഒരു ആത്മീയ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വരവിന് മുമ്പായിട്ട് ഞാനും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവെ, ആഗോള വ്യാപകമായിട്ടൊരു ആത്മീയ ഉണർവ് ഈ ലോകത്തിൽ അയക്കണമേ. ഈ UK-യിൽ ദൈവത്തിൻ്റെ മക്കളായി നിങ്ങളെ ദൈവം ആക്കി വച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഈ UK-ക്ക് വേണ്ടി നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കണം. ഒരു കാലത്ത് മിഷണറിമാരെ നവോത്ഥാന കാലത്തിന് ശേഷം ലോകത്തിൻ്റെ 4 ഭാഗത്തേക്കും മിഷണറിമാരെ അയച്ച് ലോക സുവിശേഷീകരണത്തിൽ മുൻപന്തിയിൽ നിന്ന രാഷ്ട്രമാണല്ലോ ഇത്. ഇന്ന് നമുക്കറിയാം, നിരീശ്വരവാദികളുടെ എണ്ണം ഇവിടെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ സങ്കടകരമായി തോന്നുന്ന ഈ അനുഭവം, എത്രയോ ക്രൈസ്തവ ദേവാലയങ്ങൾ ആരാധനയ്ക്ക് ആളില്ലാതെ അടഞ്ഞു കിടക്കുന്നു. പല ഇംഗ്ലീഷ് ചർച്ചുകളിലും ആരാധന നടക്കുന്നുവെങ്കിലും പ്രായമുള്ളവർ മാത്രമാണ് കടന്നു വരുന്നത്. യൗവനക്കാരൊന്നും ചർച്ചുകളിൽ പോകാറില്ല. എന്നാൽ സ്തോത്രം, ഈ രാജ്യത്തേക്ക് ദൈവം നമ്മെ ഇവിടെ കൊണ്ടാക്കിയിരിക്കുകയാണ്. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനൊരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ രാജ്യത്തെ ദൈവം ഉണർത്തേണ്ടതിന് വേണ്ടി ശക്തിയോടെ പ്രാർത്ഥിക്കണം. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളായി നിങ്ങളൊക്കെ കേട്ടുള്ളൂ, ഇവാൻ റോബർട്ട്സ്, വെയിൽസിന്റെ ഉണർവിനെ ദൈവം കാരണമായി ഉപയോഗിച്ച ആ മനുഷ്യൻ ദീർഘനാൾ പ്രാർത്ഥിച്ചു, അനേകര് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് ആ മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഒരു വലിയ ഉണർവ് സംഭവിക്കുവാനിടയായി. ഇന്നും അത് സംഭവിക്കത്തില്ലേ? നിശ്ചയമായിട്ട് നാം വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. എന്നാൽ കർത്താവ് പറഞ്ഞിരിക്കുന്നു, മനുഷ്യപുത്രന്റെ വരവിങ്കൽ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അപ്പോസ്തലനായ പൗലോസ് തന്റെ 3ാമത്തെ മിഷണറി യാത്ര കഴിഞ്ഞ് യെരുശലേമിലേക്ക് മടങ്ങി പോകുമ്പോൾ പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി അവർക്ക് കൊടുക്കുന്ന ഫെയർവെൽ മെസ്സേജ്, യാത്രയയപ്പ് മെസ്സേജിൽ താൻ പറയുന്നുണ്ട്, സ്തോത്രം, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. അതിൽ 29-30 വാക്യങ്ങൾ. ആക്ട്സ്. മതി. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ്, കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകൾ അപ്പോസ്തലനായ പൗലോസ് മുൻകൂട്ടി പറഞ്ഞു, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിലേക്ക് കടക്കും എന്ന്. വിശുദ്ധ പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ ആരംഭഭാഗം 1-2 വാക്യങ്ങളിൽ കാണുവാൻ കഴിയുമെന്ന് വായിച്ചേ. 2 Peter chapter 2 verses 1 and 2. ആ പഴയ നിയമസഭയെക്കുറിച്ച് പറയുകയാണ്, കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടന്മാരുണ്ടാകും. നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിക്കളഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചിലർ. യൂദായോർപ്പിച്ചത് നമ്മൾ വായിക്കുകയുണ്ടായല്ലോ, നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ. അപ്പോസ്തലനായ യോഹന്നാൻ ഓർപ്പിച്ചിട്ടുണ്ട്, യോഹന്നാന്റെ ലേഖനത്തിൽ, സ്തോത്രം, പൗലോസ് തിമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ ആ വിഷയം ഓർപ്പിച്ചിട്ടുണ്ട്. യൂദയുടെ കാലമായപ്പോഴേക്ക് അക്ഷരികമായിട്ട് അത് സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങൾ യൂദയുടെ കാലം, യൂദാ ലേഖനം എഴുതുന്ന സമയമായപ്പോഴേക്ക് അത് സംഭവിച്ചു സഭയിൽ. അതുകൊണ്ടാണ് അവൻ ശക്തമായൊരു വാണിംഗ് ആയിട്ട് ഈ ലേഖനം, സ്തോത്രം, എഴുതുവാനായിട്ട് ഇടയായി തീരുന്നത്. സ്തോത്രം, പ്രൈസ് ഗോഡ്. ഈ ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ
4, 5, 6 വാക്യങ്ങളിൽ സ്തോത്രം 3 കൂട്ടരെ അപ്പോസ്റ്റസിക്ക് ഉദാഹരണമായിട്ട് യൂദ എടുത്തു കാണിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് വായിച്ചേ. സോറി, 5, 6, 7 വാക്യങ്ങൾ. കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ഒന്നാമതായിട്ട് താൻ എടുത്തു കാണിക്കുന്ന ഉദാഹരണം എന്ന് പറയുന്നത് അപ്പോസ്റ്റസിക്ക്, വിശ്വാസത്യാഗത്തിന് ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ എടുത്തു കാണിച്ചിരിക്കുന്നത് മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഇസ്രയേലാണ്. സ്തോത്രം. കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരന്മാരെയും നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അവരൊരേ ആത്മീയ ആഹാരം തിന്നു, ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീക പാറയിൽ നിന്നല്ലോ അവര് കുടിച്ചത്. ഓക്കെ, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടല്ലോ. പ്രൈസ് ഗോഡ്. അവിടെ വന്നില്ലല്ലേ? 1 Corinthians chapter 10. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും, പൗലോസ് ഓർപ്പിക്കുകയാണ് കൊരിന്ത്യ സഭയെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു, ഒരേ ആത്മീക പാനീയം കുടിച്ചു. ഒന്ന് കടന്നു വരും അവൻ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക്. നാം രക്ഷിക്കപ്പെട്ടു, സ്തോത്രം, സ്നാനപ്പെട്ടു, ദൈവസഭയോട് ചേർന്നു, ഒരേ ആത്മീക ആഹാരം ഭക്ഷിക്കുന്നു, ഒരേ ആത്മീക പാനീയം കുടിക്കുന്നു. എന്നാൽ അടുത്ത ഭാഗത്ത് എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. മറ്റേ വേണ്ടെന്നല്ലോ, അത്യാവശ്യം അതില്ലാതെ പറ്റത്തില്ല. രക്ഷിക്കപ്പെടാതെ ആരും ദൈവരാജ്യം അവകാശമാക്കത്തില്ല. വിശ്വാസ സ്നാനം സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിനെ അറിഞ്ഞവൻ, വചനം വിശ്വസിച്ചവൻ, കർത്താവിൽ വിശ്വസിച്ചവൻ വിശ്വാസ സ്നാനം സ്വീകരിച്ചേ മതിയാകുകയുള്ളൂ. പ്രൈസ് ഗോഡ്. ചില ആൾക്കാർ എന്നോട് തന്നെ ഈ ഇത്രയും വർഷം ഈ ഓർത്തഡോക്സി എന്നൊക്കെ വന്നുകൊണ്ട് എൻ്റെ റിലേറ്റീവ്സ് തന്നെ പലരോടും പലപ്പോഴും ദൈവവചനം സംസാരിക്കേണ്ടതായി വരുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ക്രൂശിൽ കിടന്ന കള്ളൻ സ്നാനപ്പെട്ടായിരുന്നു? പുള്ളി സ്നാനപ്പെടാതെ കർത്താവ് പറഞ്ഞില്ലേ ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിലിരിക്കുമെന്ന്. അപ്പോൾ സ്നാനപ്പെട്ടില്ലേ സ്വർഗത്തിൽ പോകത്തില്ലേ? ഞാൻ പറയാറുണ്ട്, ക്രൂശിൽ കിടന്ന കള്ളനെ പോലെ ക്രൂശിൽ കിടക്കുക, അടുത്ത നിമിഷം ജീവൻ പോവുകയാ. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ട് സ്വർഗത്തിൽ പോകും. പക്ഷെ അവസരം കിട്ടിയിട്ടും കർത്താവ് കാണിച്ച മാതൃകയാണെന്നും കർത്താവിൻ്റെ കൽപ്പനയാണെന്നും അപ്പോസ്തലിക മാതൃക ഉപദേശവുമാണെന്നും ഒക്കെ വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ വചനത്തിൽ വരച്ച് കാണിച്ചിരിക്കുമ്പോൾ സ്തോത്രം, അതിനെ മനഃപൂർവ്വമായിട്ട് അവഗണിച്ച് കളഞ്ഞാൽ ആ വ്യക്തി ദൈവരാജ്യത്തിൽ പോകുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ അവരോട് പറയും, നിങ്ങൾ സ്നാനപ്പെടാതെ സ്വർഗത്തിൽ പോയി എനിക്ക് ഭയങ്കര സന്തോഷമാണ്, അവിടെ കാണാമല്ലോ. പക്ഷെങ്കിൽ നിങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് എനിക്കൊരു വിരോധവുമില്ല. പക്ഷെ വചനമനുസരിക്കാതെ പോകത്തില്ല. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. എനിക്കറിയത്തില്ല ഇവിടെ ആരെങ്കിലും രക്ഷാനിർണയം പ്രാപിക്കാത്തവരോ വിശ്വാസ സ്നാനം സ്വീകരിക്കാത്തവരോ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഒരു വ്യക്തിയെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ രക്ഷാനിർണയം പ്രാപിക്കണം. നിശ്ചയമായിട്ടും വീണ്ടും ജനനം പ്രാപിക്കാതെ ആർക്കും ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല എന്ന് മിശിഹാ തമ്പുരാൻ തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ 3 ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവരാജ്യം കാണണമെങ്കിൽ പുതുതായി ജനിച്ചേ മതിയാകുകയുള്ളൂ. 5-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. രക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ല സ്നാനപ്പെടുന്നത്, വിശ്വാസത്താല.
കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല എന്ന് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്ത് വിശുദ്ധ പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. അവൻ രക്ഷിക്കപ്പെടുന്നത് സ്നാനപ്പെടുന്നത് കൊണ്ടല്ല രക്ഷിക്കപ്പെടുന്നത്, രക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ല സ്നാനപ്പെടുന്നത്, രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ് സ്നാനപ്പെടുന്നത്. സ്തോത്രം. കാര്യം മക്കളാണ് അപ്പനെ അനുസരിക്കേണ്ടത്. രക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ മക്കളായി. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ ദൈവത്തിന്റെ മക്കളായി തീർന്നു. മക്കളായവര് അപ്പനെ അനുസരിച്ചേ മതിയാകുള്ളൂ. പ്രൈസ് ഗോഡ്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. പ്രൈസ് ഗോഡ്. അവൻ രക്ഷിക്കപ്പെട്ടവൻ നിശ്ചയമായിട്ടും വിശ്വാസ സ്നാനം സ്വീകരിക്കും. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഇനി സ്നാനപ്പെട്ടത് കൊണ്ട് കഴിഞ്ഞോ? ഇല്ല. അപ്പോസ്തലിക നൂറ്റാണ്ടിൽ നമുക്കറിയാം അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേര് അപ്പോസ്തലന്മാരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പോന്നു. അവർ രക്ഷിക്കപ്പെട്ടത് കൊണ്ടായില്ല, സ്നാനപ്പെട്ടത് കൊണ്ടായില്ല. സ്നാനപ്പെട്ടവര് ദൈവസഭയോട് ചേരണം, അപ്പോസ്തലിക ഉപദേശം കേൾക്കണം, അവർ കൂട്ടായ്മയെ നിലനിൽക്കണം, അവർ കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ച് പാനം ചെയ്യണം, ആത്മനിർഭരനെ പ്രാപിക്കണം, അവർ ക്രിസ്തുവിൽ വളരേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ആമേൻ. അവര് ഒരേ ആത്മീക ആഹാരം തിന്നു, ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവര് കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും പ്രൈസ് ഗാഡ്, അവ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വിളിച്ചവനായ കർത്താവിനെ പ്രസാദിപ്പിക്കുക. പ്രൈസ് ഗാഡ്. കർത്താവിൻ്റെ കൂടെ 300 സംവത്സരം നടന്ന ഹാനോക്കിനെ കുറിച്ച് എബ്രായർ 11 പറയുന്നത്, അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ, അവൻ മരണം കാണാതെ എടുക്കപ്പെട്ടു, അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് സാക്ഷ്യം പ്രാപിച്ചു. അപ്പോസ്തലനായ പൗലോസും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനാണ് താൻ പ്രാധാന്യം കൊടുത്തത്. ഗലാത്യർ 1 പറയുന്നുണ്ട്, സ്തോത്രം, ആമേൻ, ഇന്ന് ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ എനിക്ക് ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കാൻ കഴിയുകയില്ല. ആമേൻ. ഇന്നും ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ എനിക്ക് ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കാൻ കഴിയുകയില്ല. അവൻ ദൈവത്തിൻ്റെ ദാസനായിരിക്കണമെങ്കിൽ, ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി തീരണമെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്നുള്ള സാക്ഷ്യം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ഒന്നാമതായിട്ട് എടുത്ത് കാണിക്കുന്നത്, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവർ മരുഭൂമിയിൽ പട്ടുപോകുവാനുള്ള കാരണം 1 കൊരിന്ത്യർ 10 പറയുന്നുണ്ട്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ദൈവമക്കൾ ആ ഭാഗം അല്പസമയം എടുത്ത് പിന്നാലെ ധ്യാനിച്ചാൽ മതി. സ്തോത്രം. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. പ്രൈസ് ഗാഡ്. എബ്രായരെ ഓർപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. പ്രൈസ് ഗാഡ്. അതുകൊണ്ട് താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. കർത്താവുമായുള്ള ബന്ധത്തിൽ നാം നിലനിൽക്കേണ്ടതാണ്. ആമേൻ. ഒന്നാമതായി മിസ്രയീമിൽ നിന്ന് രക്ഷ പ്രാപിച്ച, ചെങ്കടല് കടന്ന, മരുഭൂമിയിൽ ദൈവത്താൽ പുലർത്തപ്പെട്ട ഇസ്രായേൽ മക്കൾ, ഇവർ അവിശ്വസ്തരായിട്ട്, ഇവർ പരസംഗം ചെയ്തിട്ടും, ഇവർ വിഗ്രഹാരാധനകളായിട്ടും, ഇവർ പിറുപിറുത്തിട്ടും, സ്തോത്രം, ഇവർ കലഹിച്ചിട്ടും ഒക്കെ നാം ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇത്രയൊക്കെ ഇവർ ചെയ്തെങ്കിലും ഒരു ദിവസമെങ്കിലും ദൈവം തമ്പുരാൻ ഇവർക്ക് മന്ന മുടക്കിയോ? ഇല്ല. ഇസ്രായേലിനോട് ഈ കാര്യങ്ങൾ ചോദിക്കുക. നിങ്ങൾ പരസംഗം ചെയ്യുന്നു, നിങ്ങൾ ഈ വിഗ്രഹത്തെ ആരാധിക്കുന്നു, നിങ്ങൾ ദൈവത്തെ കോപിപ്പിക്കുന്നു, നിങ്ങൾ കലഹിക്കുന്നു, മത്സരിക്കുന്നു ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, ഞങ്ങൾക്ക് ദൈവം തമ്പുരാൻ ഒരു ദിവസം പോലും മന്ന മുടക്കിയിട്ടില്ല. ശെക്കേന ഒരു ദിവസം പോലും, പകലിലുള്ള മേഘസ്തംഭവും രാത്രിയിലെ അഗ്നിത്തൂണും ദൈവം തമ്പുരാൻ മാറ്റിയിട്ടില്ല. ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണെങ്കിലും തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ 40 വർഷം അവരുടെ വസ്ത്രം പോലും പഴകിയില്ലെന്ന, അവരുടെ കാലിന് വീക്കം തട്ടിയില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. അപ്പോൾ ദൈവത്തിന്റെ പ്രൊവിഷൻസ്, ദൈവമക്കളെ, ദൈവത്തിന്റെ പ്രൊവിഷൻസ് ആണ് നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നത്. UK കടന്നു വരുവാൻ അവസരം ലഭിച്ചത് കൊണ്ടോ,
ഇവിടെ ഭൗതികമായ ജോലി ലഭിച്ചത് കൊണ്ടോ, കുഞ്ഞുങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടത് കൊണ്ടോ, ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ്, എൻ്റെ ജീവിതം ദൈവത്തിന് പ്രസാദമായത് കൊണ്ടാണ് ഇത് മുഴുവൻ തന്നുവെന്ന് തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിന്റെ വിശ്വസ്തതയാണ് ആമേൻ ആമേൻ തന്റെ നിയമത്തെ ഓർക്കുക എന്നുള്ളത്. ദൈവം തന്റെ സകല സൃഷ്ടികളോടും ദൈവം നീതിമാനാണ്, സകലത്തിനും ആഹാരം കൊടുക്കുന്നവനാണ് ദൈവം. ആമേൻ. മത്തായി 5 പറയുന്നുണ്ട്, അവൻ ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും മഞ്ഞും മഴയും അയക്കുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. അപ്പൊ ഈ ഭൗതികമായ ഉള്ളതെല്ലാം കർത്താവ് നമുക്ക് നൽകി തരും കേട്ടോ. അതുകൊണ്ട് തൃപ്തി അടഞ്ഞു പോകരുത്, തെറ്റിദ്ധരിച്ചു പോകരുത്, ദൈവമായുള്ള ബന്ധത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകരുത്. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവർ മരുഭൂമിയിൽ പട്ടുപോയി. പ്രൈസ് ഗോഡ്. ഒരു മുന്നറിയിപ്പായിട്ട് അന്ത്യകാലത്ത് വന്നെത്തിയിരിക്കുന്ന നമ്മെ യൂദ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുകയാണ്. രണ്ടാമത്തെ ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ ദൈവം ന്യായം വിധിച്ചത് മാത്രമല്ല, അന്ധകാരത്തിൻ്റെ ചങ്ങലയിട്ടവരെ ന്യായവിധിക്ക് വേണ്ടി എന്ന് സൂക്ഷിച്ചിരിക്കുക. പ്രൈസ് ഗാഡ്. ദൈവത്തിൻ്റെ ദൂതന്മാര്, ദൈവസന്നിധിയിൽ നിന്ന ദൈവത്തിൻ്റെ ദൂതന്മാര്, വീണുപോയ ദൂതന്മാര്, പ്രൈസ് ഗോഡ്, അവരെ ദൈവം ആദരിച്ചില്ല. എന്നേക്കുമുള്ള ന്യായവിധിക്ക് വേണ്ടി ചങ്ങലയിട്ടവരെ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. വീണുപോയ ദൂതന്മാരിൽ ഒരു കൂട്ടത്തെ, പ്രൈസ് ഗോഡ്, അതുകൊണ്ട് താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളണം. എന്നാൽ നമുക്ക് ദൈവത്തെ ഒത്തിരി സ്തുതിപ്പാൻ വകയുണ്ട് കേട്ടോ. ദൂതന്മാരെ ദൈവം ആദരിക്കാതിരുന്നപ്പോൾ, ആദാമ്യ ലംഘനത്താൽ പാപത്തിൽ വീണുപോയ, പാപത്തിനും ശാപത്തിനും അടിമകളായി തീർന്ന എന്നെയും നിങ്ങളെയും രക്ഷിക്കേണ്ടതിന്, വിടുവിക്കേണ്ടതിന് വേണ്ടി തന്റെ ഓമനകുമാരനെ കാൽവറിയുടെ കൊലക്കളത്തിൽ തകർത്തു കളഞ്ഞ് തന്റെ ചങ്കിലച്ചോരയാൽ നമ്മെ വീണ്ടെടുത്ത് നമ്മുടെ കർത്താവിനെ എത്രമാത്രം സ്തുതിക്കണം ദൈവമക്കളെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പാപത്തിൽ ജീവിക്കാമെന്നല്ല കേട്ടോ. പാപക്ഷമ പ്രാപിച്ചവൻ, വീണ്ടും ജനനം പ്രാപിച്ചവൻ, ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചവൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ടിട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനിടയാകണം. പ്രൈസ് ഗോഡ്. അതാണ് യൂദ ഓർപ്പികൾ പ്രാരംഭത്തിൽ വായിച്ചത്. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തണം. ആ വാക്യത്തിൽ കടന്നു വരേണ്ടത് എനിക്ക് ആവശ്യമായതുകൊണ്ട് ഞാൻ വളരെ തിടുക്കത്തിൽ മുമ്പോട്ട് പോകട്ടെ. വീണുപോയ ദൂതന്മാരെ ദൈവം ന്യായവിധിക്ക് വേണ്ടി ചങ്ങലയിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോസ്റ്റസിക്ക് രണ്ടാമത്തെ ഉദാഹരണമായിട്ട് യൂദ എടുത്തു കാണിക്കുന്ന കൂട്ടരാണ് വീണുപോയ ദൂതന്മാർ. മൂന്നാമത്തെ ദൃഷ്ടാന്തമായി സോദോം ഗോമോറ. സ്തോത്രം. സോദോം ഗോമോറ പാപം ഇന്ന് ഏറ്റവും പെരുകിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. UK-ലും അമേരിക്കയിലും മാത്രമല്ല കേട്ടോ, നമ്മുടെ കൊച്ചു കേരളത്തിലും കുറവല്ല. കാലം വളരെ വ്യത്യസ്തമായി കൊണ്ടിരിക്കുകയാണ്. സെയിം സെക്സ് മാരേജ്, പ്രൈസ് ഗോഡ്, അധാർമികത, ഫോർണിക്കേഷൻ, ദുർനടപ്പ്, ദൈവത്തിന്റെ വചനം പാപമെന്ന് പറയുന്നതിന് മ്ലേച്ഛത എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ്. ദൈവജനം വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ, വളർന്നു വരുന്ന തലമുറ. സ്വത്രം. ഇന്ന് നമ്മൾ പലയിടത്തും ഒരു വ്യക്തിയെ മിസ്റ്റർ എന്ന് പറയണോ മിസ്സസ് എന്ന് പറയണോ നമുക്കറിയത്തില്ല. അകത്ത് പോകേണ്ടി വരും. ആ ഒരു കാലഘട്ടത്തിൽ LGBT ഒക്കെ നമുക്കറിയാമല്ലോ. Majority of people supporting that kind of nature. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിന്റെ നടുവിലാണ് വളർന്നു വരുന്നത്. അതുകൊണ്ടാണ് സൺഡേ സ്കൂളിന്റെ പ്രാധാന്യം, അതുകൊണ്ടാണ് VBSന്റെ പ്രാധാന്യം, അതുകൊണ്ടാണ് ആരാധനയ്ക്ക് കുഞ്ഞുങ്ങൾ കടന്നു വരേണ്ടതിന്റെ ആവശ്യം. ദൈവത്തിന്റെ വചനത്തിന്റെ സത്യം അവർ മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിശാച് അവരെ മറിച്ചു കളയും. പ്രൈസ് ഗോഡ്. നമ്മളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
ദൈവത്തിന്റെ വചനം ആ കുരുന്ന് ഹൃദയങ്ങളിലേക്ക് നാം പകർന്നു കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. സ്തോത്രം. ഇതെല്ലാം പറഞ്ഞ് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ വീണ്ടും ചില 2-3 വ്യക്തികളെ താൻ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോസ്റ്റസിക്ക് ഉദാഹരണമായിട്ട് 11-ാമത്തെ വാക്യം. അവർക്ക് അയ്യോ കഷ്ടം. അവർ കൈയിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോകുന്നു. കൈയിന്റെ വഴി. സ്തോത്രം. വിവരിക്കാൻ സമയമില്ല. ചുരുക്കി പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലും പറയുന്നുണ്ട്, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈയിൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. സ്തോത്രം. കൈയിൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. ദൈവം ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. കൈയിന് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള യാഗം അർപ്പിച്ചപ്പോൾ ഹാബേൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള യാഗമാണ് അർപ്പിച്ചത്. സ്തോത്രം. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയപ്പോൾ പാപത്താൽ നഗ്നനായി തീർന്ന മനുഷ്യന്റെ നഗ്നത മറയ്ക്കേണ്ടതിന് വേണ്ടി അവൻ സ്വയമായിട്ട് ചെയ്തുവെങ്കിലും, അത്തിയില കൊണ്ട് വസ്ത്രമുണ്ടാക്കിയെങ്കിലും അത് വെയിലുറച്ചപ്പോൾ വാടിപ്പോയപ്പോൾ യഹോവയായ ദൈവം ആമൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന് ആമൻ ഒരു ആട്ടിൻകുട്ടിയെ ഒരു മൃഗത്തെ കൊന്നു അതിൻ്റെ തോലെടുത്ത് വസ്ത്രമുണ്ടാക്കി അവനെ ധരിപ്പിച്ചു. അപ്പോൾ ഒരു യാഗം നടക്കുവാനിടയായി. മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കേണ്ടതിന് വേണ്ടി, പാപത്തെ മറയ്ക്കേണ്ടതിനുള്ള 1-ാമത്തെ യാഗം ഏദനിൽ നടന്നു. അപ്പൊ ഈ ആദം ഹവ്വമാര് തൻ്റെ മക്കൾക്ക് ഈ യാഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഹാബേല് തനിക്ക് ലഭിച്ച അറിവനുസരിച്ച്, മാതാപിതാക്കന്മാരിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട വിശ്വാസം അനുസരിച്ച് രക്തച്ചൊരിച്ചിലുള്ള ആട്ടിൻകുട്ടിയെ യാഗമർപ്പിച്ചപ്പോൾ തൻ്റെ അധ്വാന ഫലമായിരിക്കുന്ന കൃഷിഫലത്തിൽ നിന്ന് ചിലത് കൈൻ ദൈവത്തിന് കൊണ്ട് അർപ്പിച്ചു. ഒന്ന് വിശ്വാസത്തിന്റെ മാർഗം, രണ്ടാമത്തേത് കർമ്മമാർഗം. തൻ്റെ അധ്വാനത്തിന്റെ ഫലമായി അധ്വാനിച്ചുണ്ടാക്കിയ കൃഷിഫലത്തിൽ ചിലത് തൻ്റെ കൈകളുടെ അധ്വാന ഫലം കൊടുത്ത് പാപക്ഷമ പ്രാപിക്കാം, ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് കൈൻ വിചാരിച്ചു. സ്വന്തം പ്രവൃത്തിയിൽ, സ്വന്തം നീതിയിൽ അവൻ ആശ്രയിച്ചു. ഇന്നും പലരും ചിന്തിക്കുന്ന അങ്ങനെയാ കേട്ടോ, കർമ്മമാർഗത്തിലൂടെ രക്ഷ പ്രാപിക്കാമെന്ന്. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. ആരും പ്രവൃത്തികളാൽ രക്ഷിക്കപ്പെടുന്നില്ല. അങ്ങനെയെങ്കിൽ ചിന്തിക്കും, ദൈവമക്കളായി നമ്മൾ പ്രവർത്തിക്കണ്ടേ? നമ്മളാണ് ഏറ്റവും അധികം പ്രവർത്തിക്കേണ്ടത്. കാര്യം നമ്മൾ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട്. എഫേസ്യർ 2:10 പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. ഒന്ന് വായിക്കാം വാക്യം. എഫേഷ്യൻസ് 2:10. നാം ദൈവത്തിൻ്റെ കൈപ്പണിയായിട്ട് സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മെ ദൈവം പാപത്തിൽ നിന്ന് രക്ഷിച്ച് വിടുവിച്ച് നമ്മെ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തത് നാം സൽപ്രവർത്തികൾ ചെയ്യേണ്ടതിന് വേണ്ടിയാണ്. ഒന്നുകൂടെ വ്യക്തമാക്കാം, സൽപ്രവർത്തികൾ ചെയ്തത് കൊണ്ടല്ല രക്ഷിക്കപ്പെട്ടത് കൊണ്ട് സൽപ്രവർത്തികൾ ചെയ്യണം. പ്രൈസ് ഗാഡ്. നമ്മുടെ വെളിച്ചം ലോകത്തിൽ പ്രകാശിക്കുന്നത് നമ്മുടെ പ്രവൃത്തികൾ കൂടെയാണ്. ലോകത്തിന് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കേണ്ടത്. സ്തോത്രം. അപ്പൊ കൈയിന്റെ പ്രശ്നം എന്ന് പറഞ്ഞിരിക്കുന്നത് വിശ്വാസമാർഗത്തെ ത്യജിച്ചു കളഞ്ഞു, കർമ്മമാർഗത്തിലൂടെ നീതീകരണം പ്രാപിക്കാമെന്ന് താൻ ഇച്ഛിച്ചു. ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിന് വന്ന പരാജയം അത് തന്നെയാണ്. അപ്പോസ്തലനായ പൗലോസ് തന്റെ ചാർച്ചക്കാരായ യഹൂദനെ കുറിച്ച് പറയുമ്പോൾ റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. റോമർ 10-ാം അധ്യായത്തിന്റെ ആരംഭ വാക്യങ്ങൾ വായിച്ചേ. പൗലോസിന് വളരെ ദാഹമായിരുന്നു, വാഞ്ചയായിരുന്നു, എരിവായിരുന്നു യഹൂദന്മാരെ കുറിച്ച്, തന്റെ ചാർച്ചക്കാരെ കുറിച്ച്. എന്നിട്ട് അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരാണെന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കുവാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. അപ്പൊ ഇസ്രായേലിൽ വന്ന പരാജയവും സ്വന്തം നീതി,
സ്വന്തം നീതി സ്ഥാപിക്കാൻ ഇച്ഛിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് അവര് കീഴ്പ്പെട്ടില്ല. കയ്യിന്റെ വഴി, വിശ്വാസത്തിന്റെ മാർഗം ത്യജിച്ചു. കർമ്മമാർഗത്തിലൂടെ പാപമോചനം പ്രാപിക്കാം, കർമ്മമാർഗത്തിലൂടെ നീതീകരണം പ്രാപിക്കാം, കർമ്മമാർഗത്തിലൂടെ മോക്ഷം പ്രാപിക്കാമെന്ന് വ്യാമോഹിച്ചു. കയ്യിന്റെ വഴി, കർമ്മമാർഗത്തിന്റെ വഴി. പ്രൈസ് ഗോഡ്. കയ്യിന്റെ വഴിയിൽ നടക്കുന്നു. അടുത്തത് യൂദായുടെ ലേഖനം. അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും. ബിലയാം താൻ പറയുന്നത് ഈ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ പച്ചലയും കത്രികയും പോലെ നടക്കുമായിരുന്നാണ് പറയുന്നത്. ഈ ബാലാക്ക് രാജാവും ഈ ബിലയാം പ്രവാചകൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും എന്ന് നന്നായിട്ട് അറിയാമോ. അതുകൊണ്ടാണ് വലിയ പ്രതിഫലം കൊടുത്ത് അവൻ വളരെ പ്രതിഫലം വാഗ്ദാനം ചെയ്തുകൊണ്ട് ബിലയാം പ്രവാചകനെ, ഇസ്രയേലിനെ ശപിക്കുവാനായിട്ട് വിളിച്ചു വരുത്തിയത്. പോകരുതെന്ന് ദൈവം പറഞ്ഞു. അനുസരണക്കേട് കാണിച്ച് നിർബന്ധം കൊണ്ട് ദൈവം നമ്മനെ പറഞ്ഞാൽ പോകോളാൻ പറഞ്ഞു. പക്ഷെ ഞാൻ നിന്നോട് പറയുന്നത് മാത്രമേ പറയാവൂ. തമ്പുരാൻ ചിലപ്പോൾ ദൈവത്തിൻ്റെ ആലോചന നമ്മളെ അറിയിക്കും കേട്ടോ. ചില വിഷയത്തിന് നമ്മൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയും, കുഞ്ഞേ എനിക്കതിനകത്ത് താല്പര്യമില്ല, നീ ആ വിഷയത്തിൽ മുമ്പോട്ട് പോകണ്ട. എങ്കിലും കർത്താവേ എനിക്കത് തന്നെ വേണം, എനിക്കത് തന്നെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കും. തമ്പുരാൻ പറയും, ഓക്കെ കുഞ്ഞേ ആയിക്കോട്ടെന്ന് പറയും. സ്തോത്രം. പെർമിസീവ് വിൽ ഓഫ് ഗോഡ്, പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് ഉണ്ട്, പെർമിസീവ് വിൽ ഓഫ് ഗോഡ് ഉണ്ട്. ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ല് നമ്മളെ അറിയിക്കും, ദൈവത്തിൻ്റെ ഇഷ്ടം. എന്നാൽ നമ്മളൊരു വിഷയത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ഇഷ്ടമല്ലെന്നും ബോധ്യമായിട്ടും, ദൈവവചനത്തിന് എതിരാണെന്ന് ബോധ്യമായിട്ടും വീണ്ടും പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം ചിലപ്പോൾ പെർമിഷൻ തന്നിരിക്കും. പെർമിസീവ് വിൽ ഓഫ് ഗോഡ്. അതായിരുന്നു ബിലയാമിന് ലഭിച്ചത്. ബിലയാം കടന്നുപോയി. നമുക്കറിയാം, ഇസ്രയേലിനെ ശപിക്കുവാൻ ആഗ്രഹിച്ചു. പ്രതിഫലം മുന്നിൽ കണ്ടുകൊണ്ട് വാതുറക്കുമ്പോൾ അനുഗ്രഹിക്കുകയാണ്. തന്റെ ജനത്തെ ദൈവം പ്രാകാത്തവനെ എനിക്ക് പ്രാകുവാൻ കഴിയത്തില്ല, ദൈവം ശപിക്കാത്തവനെ എനിക്ക് ശപിക്കുവാൻ കഴിയത്തില്ല എന്ന് വിളിച്ചു പറയുന്നുവെങ്കിലും താൻ പോകാൻ നേരം ബാലാക്ക് രാജാവിൻ്റെ ചെവിയിൽ ഒരു കാര്യം ഉപദേശിച്ചു കൊടുത്തു. ഈ ജനം ദൈവത്തിൻ്റെ ജനമാണ്, ഇവരെ പിടിക്കുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഇവരുടെ വേർപാട് നഷ്ടമാക്കിയാൽ മതി, ഇവരുടെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തിയാൽ മതി. മോവാബ്യ സ്ത്രീകളെ ഇസ്രായേൽ പാളയത്തിലേക്ക് അഴിച്ചു വിട്ടു. തങ്ങൾക്ക് ബോധിച്ചവരെ ഒരു ഭാര്യമാരായിട്ടെടുത്തു. അവർ ജാതികളുമായി ഇടകലർന്നു. അങ്ങനെ ഇസ്രായേലിനെ തോൽപ്പിക്കുവാൻ മോവാബിന് കഴിഞ്ഞു. ദൈവത്തിന്റെ ന്യായവിധി ഇസ്രായേലിന്റെ മേൽ കടന്നു വന്നു. 23,000 പേര് പട്ടുപോകുവാൻ ഇടയായി തീർന്ന കാരണം ഈ ബിലയാമിന്റെ വഴിയാണ്. സ്തോത്രം. ബിലയാം വാളുകൊണ്ട് കൊല്ലപ്പെടുന്നു. ബിലയാമിന്റെ ഉപദേശം അംഗീകരിച്ച അതിൽ വഴുതി വീണതായി ഇസ്രായേലിൽ 23,000 പേരെ സംഹരിക്കപ്പെടുവാനിടയായി തീർന്നു. ഒരു മുന്നറിയിപ്പായിട്ട് അന്ത്യകാലത്ത് വന്നെത്തിയിരിക്കുന്ന എന്നെയും നിങ്ങളെയും യൂദ ശക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. കയ്യിന്റെ വഴിയിൽ നടക്കുന്നവര്, ബിലയാമിന്റെ ഉപദേശം, കോരഹിന്റെ മത്സരം, നേതൃത്വത്തിനെതിരെയുള്ളതായ മത്സരങ്ങൾ ദൈവദാസന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. എബ്രായ ലേഖനം 13 പ്രത്യേകം ഓർപ്പിക്കുന്നുണ്ട്, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവർ ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ദൈവത്താൽ ആക്കപ്പെട്ട ആത്മീക നേതൃത്വത്തിന് കീഴടങ്ങിയിരിക്കുന്നതാണ് ഒരു ദൈവഭക്തന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കോരേഹ് മോശയ്ക്ക് വിരുദ്ധമായിട്ട് മത്സരിച്ചു. കോരഹ്, ദാദാൻ, അബീരാം. ഒരു മുന്നറിയിപ്പായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഭൂമി വായി പിളർന്നവരെ വിഴുങ്ങിക്കളഞ്ഞു. എത്ര ഭയങ്കര ന്യായവിധിയാ! ആ അപ്പോസ്റ്റസി ആധുനിക സഭയുടെ മുമ്പിൽ എടുത്തു കാണിച്ചുകൊണ്ട് യൂദ മുന്നറിയിപ്പ് തരികയാണ്. സ്തോത്രം. എന്നിട്ട് വർത്തമാന സഭയിൽ അവരുടെ പ്രവൃത്തികളെ അനുകരിക്കുന്നവരെ കുറിച്ച് താൻ പറയുന്നു അടുത്ത വാക്യങ്ങളിൽ. ഞാൻ സമയം തിരിഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ വാക്യം ഒന്ന് വായിക്കാം. സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടുരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. അവൻ ആ വർത്തമാന കാലത്ത് സഭയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസികളിൽ കടന്നു വന്ന പ്രവർത്തികൾ, അപ്പോസ്റ്റസി,
ദുരുപദേഷ്ടാക്കന്മാരെ. ഇത് ഓർപ്പിച്ചു വന്നിട്ട് സ്തോത്രം, ഈ ലേഖനം അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ദൈവവചനത്തിൽ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്ന, ദൈവിക വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്ന, കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കളെ ഓർപ്പിക്കുന്ന വാക്കുകളാണ് നമ്മൾ പ്രാരംഭത്തിൽ വായിച്ചത്. സ്തോത്രം. ആമേൻ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും, ആമേൻ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി നിത്യജീവനായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിപ്പീൻ. ബിൽഡിംഗ് അപ്പ് യുവർസെൽസ് ഇൻ ദ ഹോളി ഫെയ്ത്ത്. എങ്ങനെയാണ് നമ്മുടെ ആത്മീക ജീവിതത്തെ പണിയുവാൻ കഴിയുന്നത്? ആത്മീക ജീവിതം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റാഗ്നന്റ് ആയിട്ടിരിക്കുന്ന ഒന്നല്ല, നിശ്ചലമായിരിക്കുന്ന ഒന്നല്ല. സ്തോത്രം. അത് വളർച്ചയുടെ ജീവിതമാണ് ആത്മീക ജീവിതം. We have to build up our Christian life day by day. നാം ആത്മീക വർധന വരുത്തുന്നവരായിരിക്കണം. ഒന്ന്, നമുക്ക് തന്നെ ആത്മീക വർധന വരുത്തണം. ഒന്ന്, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി, ഈ ദൈവവചനത്തെ ആധാരമാക്കി, ദൈവവചനത്തിന്റെ നിർമ്മലമായ ഉപദേശത്തിൽ, വചനത്തിൽ ഞാനും നിങ്ങളും ദിനംതോറും വളരുവാനിടയായി തീരണം. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തുക. രണ്ടാമതായിട്ട് ആത്മീക വർധന വരുത്തുവാൻ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. അന്യഭാഷയെ നമുക്ക് പ്രാർത്ഥിക്കാം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഈ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മിൽ നിറവേറാനാണ് പ്രാർത്ഥിക്കുന്നത്. പലപ്പോഴും നമ്മൾ നമ്മുടെ ഇഷ്ടമൊക്കെ കർത്താവിനോട് പറഞ്ഞിട്ട് നിർബന്ധത്താൽ കർത്താവിനെ കൊണ്ട് അതങ്ങ് സാധിപ്പിക്കുവാനായിട്ട് ശ്രമിക്കും. കർത്താവ് പറഞ്ഞു, ഇപ്പോൾ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ച് പറഞ്ഞു, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നമ്മൾ പലപ്പോഴും പറയും, നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഇഷ്ടം ഭൂമിയിലെ പോലെ സ്വർഗത്തിലൂടെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നല്ലേ. ആ ചിന്താഗതിയിൽ പ്രാർത്ഥിക്കരുത്. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞ് അതിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ, ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ ഹൃദയം പ്രാർത്ഥനയെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നത് കൊണ്ട്, ആത്മാവാണ് ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുന്നത്. പരിശുദ്ധാത്മാവാണ് ക്രിസ്തുവിന്റെ മനസ്സിനെ അറിയുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുന്ന, ക്രിസ്തുവിന്റെ മനസ്സിനെ അറിയുന്ന പരിശുദ്ധാത്മാവ് എന്നിൽ വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എനിക്ക് തുണ നിൽക്കുന്നു. അതാണ് റോമാലേഖനം 8:26-27 വാക്യങ്ങളിൽ പൗലോസ് ഓർപ്പിക്കുന്നത്. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ, എന്നാൽ ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിൽ പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകത ഇതാണ്. ഞാനും നിങ്ങളും മാനുഷികമായ നിലയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ, ഇഷ്ടങ്ങളൊക്കെ ദൈവത്തോട് പറയും. എന്നാൽ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മനസ്സിനെ അറിയുന്ന, ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുന്ന പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഹിതം നമ്മിൽ നിറവേറേണ്ടതിന് വേണ്ടി ആത്മാവ് നമുക്ക് വേണ്ടി ജാഗരിക്കുവാനിടയായിത്തീരും. നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ വർധനയ്ക്ക് ഒന്നാമതായി ദൈവത്തിന്റെ വചനം, രണ്ടാമതായിട്ട് പ്രാർത്ഥന, മൂന്നാമതായി ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കണം. പ്രൈസ് ഗോഡ്. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ട് ആത്മാവിൽ നമ്മുടെ ആത്മീക ജീവിതത്തെ നമുക്ക് പണിതുയർത്താം. ഒന്നാമതായി നാം ആത്മീക അഭിവൃദ്ധി പ്രാപിക്കണം. നാം ആത്മീക അഭിവൃദ്ധി പ്രാപിച്ചുവെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് ആത്മീക അഭിവൃദ്ധി പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. എൻ്റെ നിങ്ങളുടെ ആത്മീക ജീവിതം മറ്റുള്ളവർക്ക് ഉത്തേജനമായി തീരേണ്ടതിന്, അനുഗ്രഹമായി തീരേണ്ടതിന്, അനേകരെ നിത്യതയ്ക്കായി ഒരുക്കിയെടുക്കുമ്പോൾ നമ്മളറിയും മുഖാന്തരങ്ങളാക്കി മാറ്റേണ്ടതിന് നാം ദൈവസന്നിധിയിൽ ആത്മീക അഭിവൃദ്ധി പ്രാപിക്കണം. വചനത്തിൽ വളരാം, പ്രാർത്ഥനയിൽ വളരാം, ദൈവസ്നേഹത്തിൽ വർദ്ധിച്ചു വരാം. ഞാൻ വാക്കുകളെ ചുരുക്കട്ടെ. ഈ വചനങ്ങൾ അധികമായി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുക്ക വാതിൽക്കലായിരിക്കുന്നത് കൊണ്ട് ഇത് അന്ത്യകാലമാണ്. ലോകത്തിന്റെ സംഭവങ്ങളിലും കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. വിവരിക്കാതെ നാം അതൊക്കെ നേരിട്ട് നാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഏറ്റവും അനധിവിദൂര ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്നത് കർത്താവിൻ്റെ മധ്യാകാശത്തിലെ വരവാണ്. പ്രൈസ് ഗോഡ്. ഒരു ശക്തമായ മുന്നറിയിപ്പാണ് യൂദ നമുക്ക് നൽകി തരുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച്
തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. നമുക്കതിനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. വചനത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസന സഭയ്ക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിലെ ചുരുക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു. ആമേൻ.